ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, അപ്പൊ നമ്മള് ലണ്ടനില് ക്രിസ്മസ് ലൈറ്റ്സ് ഓണായിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ പോവാണ്. എന്തേലും കേൾക്കുന്നുണ്ടാവോന്ന് അറിയില്ല, ഭയങ്കര കാറ്റാണ് ഇവിടെ. യെല്ലോ അലേർട്ടൊക്കെ വന്നിട്ടുണ്ട് വിൻഡിന്റെ. 50 മൈൽസ് പെർ അവറിലാണ് വിൻഡ്, ഭയങ്കര കാറ്റ്. സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഓക്കെ, ഞങ്ങൾ ഇന്ന് ലണ്ടനിൽ ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ പോകുന്ന ഫുള്ള് കവർ ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്. ഞങ്ങള് വണ്ടർലാൻഡ്, വിൻഡോ വണ്ടർലാൻഡിലൊന്നും പോണില്ല, ജസ്റ്റ് ലൈറ്റ്സ് മാത്രം കാണാനാ പോകുന്നത് ഇപ്രാവശ്യം. പിന്നെ കുഴിമന്തി, പിന്നെ ഫുഡ് കഴിക്കണം. ഓക്കെ, അപ്പൊ ഇപ്പൊ അത്രേ ഉള്ളൂ. ഹലോ, നമ്മളിതാ ഇപ്പം പൊക്കോണ്ടിരിക്കുകയാണ് ലണ്ടനിലോട്ട്. നമ്മൾ പകുതി വഴി എത്തിയല്ലേ? Are you guys excited? അതെ, ഏറ്റവും വലിയ ഉടായ്പ് വേറെ പല ആൾക്കാരുണ്ട്. അപ്പൊ ഗൈസ് ഓക്കെ, നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആദ്യമേ പറയാൻ കുറെ അലമ്പത്തരം മാത്രമേ ഈ വീഡിയോനകത്ത് ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരല്ല, ഓക്കെ, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഈ വീഡിയോ എനിക്ക് ഏറ്റവും സ്റ്റാൻഡേർഡ്. നമ്മളിപ്പം കെന്റിലെത്തി. കെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ട്, അതൊരു സമ്മറിൽ എസ്പെഷ്യലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കെന്റ് എന്ന് പറയുന്നത് ഗാർഡൻ ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും പൂക്കളും ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇതാണ് കെന്റ് ഗാർഡൻ ഓഫ് ഇംഗ്ലണ്ട്. ഗൈസ്, ഞങ്ങൾ ലണ്ടനിലെത്തി. ഞങ്ങളിപ്പോ സ്ട്രാറ്റ്ഫോർഡാണ് ഉള്ളത്. ഞങ്ങൾ അൽസേഫ് റെസ്റ്റോറന്റില് പോന്നിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മേക്കപ്പ് ഒക്കെ പോയല്ലേ. കാരണം ഇറ്റ് വാസ് എ ലോങ് ഡ്രൈവ്. സത്യം പറഞ്ഞ 1.5 hours മാത്രമേ ഉള്ളൂ. പക്ഷേങ്കില് ഭയങ്കര ബ്ലോക്ക്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. എന്താ ഓർഡർ ചെയ്തത്? മന്തി, ലൈം ജ്യൂസ്. ഇല്ലേ, ജഗ് ലൈം ജ്യൂസ് തരാന്നല്ലേ പറഞ്ഞത്. ഇനി പാനിപ്പൂരി കഴിക്കാം. ലൈറ്റ്സ് കാണണം. സോന 84 കുഴിമന്തി. കുഴിമന്തി ഞാനാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ട് ഉറങ്ങാണ്ട് വന്നത്. ഇവന്റെ ഉറക്കം കാണുമ്പോ ഇവനാണ് നൈറ്റ് ഡ്യൂട്ടി പോയിട്ട് ഉറങ്ങി വന്നത്. ഞാന് ഉറങ്ങിയിട്ടില്ല. ഡ്യൂട്ടി കഴിഞ്ഞാൽ കണ്ണുണ്ടാവും, മറ്റേ എന്തോ അടിച്ചിരുന്ന പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് ലണ്ടൻ കാണാനുള്ള ത്വര, അതാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇന്നത്തോടെ അത് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ ഞാൻ പാടാം.
നല്ല തണുപ്പുണ്ട് നല്ല തിരക്കുണ്ട് എല്ലാ ആൾക്കാരും ഒരു സ്ട്രൈക്ക് ഏരിയയാണ് എപ്പോഴും സ്ട്രൈക്ക് ആയിരിക്കും ഷാരു പറഞ്ഞ പോലെ ഞങ്ങൾ സ്റ്റേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാനല്ല പറഞ്ഞു സോനയാ സോന പറഞ്ഞ പോലെ ബോൺ സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷം കാണാം. ലൈറ്റ്സ് ആണ് ഉണ്ടാവോ ലൈറ്റ്സ് ലൈറ്റ്സ് ഉണ്ടാവും. തൂങ്ങി തുടങ്ങിയാ ശരിക്കും പറഞ്ഞാൽ ഇപ്പം 6:30 ആവുന്നതേ ഉള്ളൂ. ഭയങ്കര ഇരുട്ടാണ്. അപ്പൊ ലൈറ്റ്സ് കാണാൻ സൂപ്പർ ആയിരിക്കും. അല്ല അതല്ല ഞാൻ ചോദിക്കുന്നത് ലൈറ്റ്സ് തൂക്കി തുടങ്ങിയവര് 1 വീക്കിന് മേലെ ആയി. അറിയിച്ചായിരുന്നല്ലേ ലണ്ടൻ അതോറിറ്റി. നമ്മൾ ബോൺ സ്ട്രീറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഓക്സ്ഫോർഡിലേക്ക് നടക്കും. അവിടെയാണ് സൂപ്പർ സൂപ്പർ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്തുള്ള ഏറ്റവും സൂപ്പറായിട്ട് ഏഞ്ചൽസിലൊക്കെ അതിന്റെയൊക്കെ ഇതാണ്. അത് നമ്മുടെ വിശേഷം അവിടെ ഫുള്ള് കാണിക്കും. ഉറപ്പായിട്ടും നല്ല കിടില വീഡിയോ. എന്റെ മുഖമൊന്നും കാണിച്ചെടുക്കത്തില്ല. സൂപ്പർ വീഡിയോ കാണിച്ചു. വിഷ്ണുവാണ് വീഡിയോഗ്രാഫർ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. Yes. നമ്മൾ ബോൺ സ്ട്രീറ്റിൽ നിന്ന് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഇവിടുത്തെ സ്ട്രീറ്റിലുള്ള ലൈറ്റ്സ് ആണ് ഇത്. ഇത് ഷനേലിന്റെ പെർഫ്യൂം ബോട്ടിൽസ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. നോക്കി അതിന് നടുവിൽ കണ്ടോ ഒരു ബോട്ടിൽ ഇരിക്കണത്. അങ്ങനെയാണ് പറയണത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഏഞ്ചൽ. ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൈറ്റ്സില് ഭയങ്കര അട്രാക്ഷൻ ഉള്ളതാണ്. മെയിൻ സാധനം കാണിച്ചുതരാം. മെയിൻ സാധനം ഇതിന്റെ ബാക്കിലോട്ട് ഒരു നേതാനുണ്ട്. ഇത് കൊറേ ഉണ്ട് ഇതിന്റെ ബാക്കിലോട്ട് ഉണ്ടാവും. മോനെ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഭയങ്കര ശോകമായി പോയി. ഭയങ്കര മഴ, ഞങ്ങക്ക് ഫോട്ടോ പോലും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്റെ കണ്ണുണ്ടോ, ഞാൻ ഉറങ്ങിയിട്ടില്ല നൈറ്റ് ഡ്യൂട്ടി പോയി വന്നിട്ട്. പിന്നെ എല്ലാരും ടയർഡായല്ലേ. മഴ ആയതുകൊണ്ട് ഒരു മൂടില്ല ആർക്കും ഒന്നിനും. ലൈക്ക് ഭയങ്കരമായിട്ട് അതിങ്ങനെ പെയ്ത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പെയ്തോണ്ടിരിക്കും. പിന്നെ ഞങ്ങള് ഭയങ്കര മന്തി ഫുഡ് കഴിച്ചപ്പോ ഞങ്ങള് മത്ത് പിടിച്ചു പോയി. റെഡ് ബുള്ളൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിക്കണത്. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇത് കഴിക്കാൻ പാനിപ്പൂരി ഒക്കെ കഴിക്കാൻ പോണേ പറ്റുമെങ്കിൽ ഇടാം. അപ്പൊ അത്രേ ഉള്ളൂ. ഒരു ഫുഡ് ഡേ ആണ്. ലൈറ്റ് ഒന്നും കാണാൻ നമ്മള് നിന്നിട്ടില്ല. അത് നമ്മള് വേറെ ഡേ വരും. വിന്റർ വണ്ടർലാൻഡ് ഒക്കെ ആയിട്ട് നമ്മള് വരാം. അപ്പം വിഷ്ണു എന്തായാലും പ്രോമിസ് ചെയ്തിട്ടുണ്ട് വേറെ ദിവസം കൊണ്ടുവരുമെന്ന്. അപ്പൊ നമുക്ക് അന്നേരം എല്ലാവരുടെ ഒപ്പം വീഡിയോ എടുക്കാം. ഓക്കേ.
ആംബിയൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ എവിടെ ഉണ്ടെന്നാ തോന്നണത്. ഹിന്ദിക്കാരുടെ കടയില് ഞങ്ങളൊരു ലണ്ടനില് ഇത് ഈസ്റ്റ് ലണ്ടൻ സൈഡാണ്. കൂടുതൽ കടകളും ഒക്കെ നമ്മുടെ ഒരു ഏഷ്യൻ ടച്ചുള്ള ഇതായിരിക്കും ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ കട. ഇതെനിക്ക് തോന്നുന്നു ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ കാരണം ഇവിടെ കിട്ടുന്നത് പാനിപൂരി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. ഇവിടെ മെനു ഒക്കെ ഉണ്ട്. ഫുള്ളും അവരുടെ ഫുഡുകളാണ്. സമൂസ ചാട്ട്. അപ്പം ഷാരു സമൂസ ചാട്ട് രാവിലെ തൊട്ടേ തുടങ്ങിയതാണ്, അത് വേണമെന്ന്. പിന്നെ സോന എന്തു പറഞ്ഞു? ഓക്കെ. പിന്നെ അപ്പം എന്താ വേറെന്താ നമ്മള് കുടിക്കാൻ? ഞരമ്പൻ ജ്യൂസ്. മലായി കുൽഫി ഫലൂദ ഒരു ഷവായും കയ്യൊക്കെ കഴുകിയിട്ടാണ് പാനിപ്പൂരിയില് ഓക്കെ. പിന്നെ ടെൻഡർ കോക്കനട്ട് ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുറെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം. ഷോപ്പിന്റെ പേര് എന്തായി അവസ്ഥ? എരിവുണ്ട്, ദഹിപ്പൂരി നല്ലുണ്ട്. സമൂസയുടെ എനിക്ക് പേഴ്സണൽ ഇഷ്ടമായി, കാരണം ഞാൻ സമൂസ ചാറ്റ് ഫാനാണ്. പാനിപ്പൂരി ഇഷ്ടമായില്ല എന്ന് പറയേണ്ടി വരും. മസാല ഒന്നും ഉണ്ടായില്ല, വെറുതെ വെള്ളം മാത്രം ഉണ്ടായിരുന്നത്. അത് ഭയങ്കര എരിവുള്ള വെള്ളം, പച്ചമുളക് ഇട്ടിട്ട് ഫലൂഡ വെള്ളം. അതുകൊണ്ട് നമ്മള് വേറൊരെണ്ണോട് പറഞ്ഞിട്ടുണ്ട്, പിസ്താഷ്. അപ്പൊ ഇതെങ്ങനെ വരും നോക്കാം നമുക്ക്. ഫലൂഡ എങ്ങനെയുണ്ട്? കഴിക്ക്. പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നാട്ടിൽ വന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ. നാട്ടിലല്ല, ഒരു കോയമ്പത്തൂരൊക്കെ പോയ ഒരു ഫീൽ അല്ലേ. ഞാൻ ഫലൂഡ ട്രൈ ചെയ്യാൻ പോണേ. ഇത് കുൽഫി അല്ലേ? മലായി. അതായത് കുൽഫിയുടെ ഒരു ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചിയാ സീഡ്സും സേമിയും പിന്നെ കുൽഫി ഐസ്ക്രീമും മുറിച്ചിട്ടിട്ട് ഒരു ഷെയ്ക്ക് പോലെ ഫലൂഡ പോലെ ആക്കി തന്നിട്ടുണ്ട്. ഹലോ, നമ്മൾ തിരിച്ച് വീട്ടിലെത്തിട്ടാ. ഭയങ്കര ടയർഡാണ്, നല്ല ഉറക്കം. വിഷ്ണു കാറിലിരുന്ന് ഉറങ്ങുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര പാട്ടും ബഹളമായിരുന്നു. പിന്നെ അവരെല്ലാവർക്കും കുറേ പേർക്ക് നാളെ വർക്ക് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ റൂമിലോട്ട് പോയി കിടന്ന് ഓൾമോസ്റ്റ് സെറ്റിലായി. അപ്പം ഞങ്ങൾ ഇനിയിപ്പം എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കിടക്കാൻ പോകും. കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായി. വിഷ്ണു പുതിയ ജാക്കറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്, റെഡ് കളർ ജാക്കറ്റ്. അപ്പം അതിന് വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും അല്ലേ വിഷ്ണു? അല്ല, ജാക്കറ്റ് ഇട്ടിട്ടുള്ള പുതിയ വീഡിയോ ഒക്കെ. ഇവിടെ ഇതൊക്കെയല്ലേ, ഇവിടെ ജാക്കറ്റ് അല്ലേ കാണിക്കാൻ പറ്റുള്ളൂ ഇനി കുറച്ച് വരുന്ന ആളുകളിലൊക്കെ. പിന്നെന്താ, ലണ്ടൻ കുറേ നാളിന് ശേഷം ലണ്ടൻ പോയതാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ, കാരണം ഞാൻ ഭയങ്കരമായിട്ട് ലണ്ടൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ള സമയത്ത് ഭയങ്കര പുച്ഛമായിരുന്നു. പക്ഷേ ഇപ്പം ഓക്കെ, നമ്മൾ ലണ്ടനിൽ പൈസ ചിലവാക്കി പോണു. പണ്ട് അങ്ങനെയല്ലല്ലോ, ജസ്റ്റ് തോന്നുമ്പോൾ ഇറങ്ങിപ്പോവാം, ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോവാം, അങ്ങനെയാണ്. പക്ഷെ ഇപ്പം അതെല്ലാം മാറി. കുറേ നാളിന് ശേഷം ട്യൂബിൽ കയറി, അതായത് മറ്റേ ട്രെയിൻ നമ്മൾ കാണിച്ചല്ലോ, അതിൽ കയറി. അപ്പോൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്കൊക്കെ നമ്മൾ കോയമ്പത്തൂരും തൃശ്ശൂരൊക്കെ നിൽക്കുമ്പോൾ വീട്ടിൽ പോകുമല്ലോ, അങ്ങനത്തെ ഒരു ഫീലായി പോയി. പിന്നെ വേറൊന്നും പ്രത്യേകിച്ച് ഉണ്ടായില്ല. അതിന് മഴ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ജസ്റ്റ് കടകളിൽ, സെൻട്രൽ ലണ്ടനിലുള്ള സൂപ്പർ ഡ്രൈ, മാംഗോ, അങ്ങനത്തെ കുറച്ച് കടകളിൽ മാത്രം ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫർ എന്തൊക്കെ ഉണ്ട്, എന്തെങ്കിലും റേറ്റ് കമ്മി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറിയത് മാത്രമേ ഉള്ളൂ. മേടിച്ചില്ല. ക്രിസ്മസിന്റെ അതൊന്നും അത്ര ആക്റ്റീവ് ആയിട്ടില്ല. അതാ, ഒന്നും ആക്റ്റീവ് ആയി വന്നിട്ടില്ല. ഇപ്പൊ അല്ലേ ലൈറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്.
പിന്നെ വിന്റർ വണ്ടർലാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഞങ്ങൾ പോകും. പിന്നെ ബാക്കി ലൈറ്റ്സ് ഒക്കെ ഫുള്ള് ഞങ്ങൾക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്ത് കാണണം. മഴ ഞങ്ങളെ ഭയങ്കരമായിട്ടും നമുക്ക് ഭയങ്കര മടുപ്പായി പോയി മഴ അല്ലേ, ഭയങ്കര മടുപ്പായി പോയി, നമുക്കൊന്നും ചെയ്യാൻ തോന്നണില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ഓർത്ത് വേണ്ട, നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് നന്നായി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇതിപ്പോ ഞങ്ങൾ വീട്ടിലെത്തി കിടക്കാൻ പോണ എല്ലാരും. അപ്പൊ കഴിഞ്ഞു ബൈ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.